ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് 28 സെന്റ് പറമ്പാണ് വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത്. ഈ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ചേളന്നൂർ അമ്പൽപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അമ്പൽപ്പാടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ 200 മീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കാണുന്നത് ഈ 8 ഫുട്ട് നിസാന്തായിട്ട് റോഡാണ്. ഈ റോഡിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 100 മീറ്ററിൻ്റെ അപ്പുറത്ത് വരെ താറിട്ട റോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു 100 മീറ്റർ ഈ ഭാഗത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്ലോട്ടിന് മുന്നിൽ താറിട്ട റോഡായിട്ട് മാറുന്നതാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ റോഡിൻ്റെ താഴെ ഭാഗത്തേക്കായിട്ടാണ് പ്ലോട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ആ ഇടത് ഭാഗത്ത് തെറ്റത്ത് ഭാഗത്തേക്കൊക്കെ കല്ല് കൊത്തിയ സ്ഥലമാണ്. പക്ഷേ ഈ പ്ലോട്ട് നമ്മൾ കല്ല് കൊത്താത്ത സ്ഥലമാണ്. മൊത്തം ഉള്ളത് 28 സെൻറ്റ് പ്ലോട്ടാണ്. അപ്പോൾ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി പറമ്പാണ്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഈ റോഡിൻ്റെ മുകളിൽ ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് ഈ പ്ലോട്ട് വരുന്നത്. കണ്ടോ, ഈ സ്ഥലം 1.25 ലക്ഷം റുപ്യക്കാണ് ഈ സ്ഥലം കച്ചവടമായിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ഒരു ആയിട്ടുള്ള സ്ഥലമാണ്. 1.25 ലക്ഷം റുപ്യക്കാണ് ഈ സ്ഥലം പോയിട്ടുള്ളത്. അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം 28 സെൻറ്റ് സ്ഥലമാണ്. 1.25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇപ്പം ഞാനൊരു ഓഫർ റേറ്റിന് വിൽപ്പന കിട്ടതാണ്. ഇതിൻ്റെ ഓണർക്ക് ഒരു വീട് വേറെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള കച്ചവടമാണ്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ 8 ഫൂട്ട് നിസാൻ സൈറ്റ് റോഡ് ഫ്രണ്ടേജിലാണ് ഈ പ്ലോട്ടുള്ളത്. നിലവിൽ ഈ പ്ലോട്ടൊന്ന് വാങ്ങിയിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഈ മരങ്ങളൊക്കെ ഒന്ന് മുറിച്ച് ഒന്ന് ലെവലാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സ്ക്വയർ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഇവിടെ കിടക്കുന്നത്. 28 സെൻറ്റ് സ്ഥലമാണുള്ളത്. അപ്പോൾ നല്ല ചുവന്ന മണ്ണ് തന്നെയാണ് നമ്മളെ പ്ലോട്ടിലേക്ക് ഇറങ്ങി നമുക്ക് കാണാൻ പറ്റും. ഈ റോഡിൻ്റെ മുകളിൽ വലിയൊരു ഹൈറ്റൊന്നുമില്ല. ഈ കാണുന്ന ഒരാളെ ഹൈറ്റ് അത്രേ പറയാൻ പറ്റുള്ളൂ. ഒരാളെ ഹൈറ്റിലേക്കുള്ള ഇറക്കം മാത്രമേ ഉള്ളൂ. അതൊന്ന് ഇവിടെ ഒന്ന് ഫുള്ളൊന്ന് ലെവലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി മണ്ണിട്ടിട്ട് ഉയർത്തണമെങ്കിൽ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു പ്ലോട്ട് തന്നെയാണ്. നമുക്കിപ്പോൾ നല്ലൊരു വില പാകത്തിന് കിട്ടും. 1.25 ലക്ഷം രൂപ ചോദിക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ തൊട്ടടുത്തുള്ളത് 1.25 റേറ്റിനാണ് കച്ചവടമായത്. അപ്പോൾ ഈ സ്ഥലം ഞാനിപ്പോൾ ഒരു ഓഫർ പ്രൈസിനാണ് ഞാൻ വിൽപ്പന കിട്ടിയിട്ടുള്ളത്. 28 സെൻറ്റ് സ്ഥലം കുറച്ചൊരു എമർജൻസി സെയിലാണ്. 95 ഉറുപ്പ്യക്ക് ഞാനിപ്പോൾ ഞാനിപ്പോൾ വരുന്ന ആൾക്കാർക്ക് ഞാൻ ഈ പ്ലോട്ട് വാങ്ങിത്തരും. അപ്പോൾ ഇത് ഞാനിപ്പോൾ അതിൻ്റെ ഓണറോട് ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ ജെനുവിൻ പാർട്ടിയാണ്, നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 28 സെൻറ്റ് സ്ഥലം ഞാനിപ്പോൾ ഞങ്ങളുടെ ഓഫർ പ്രൈസിന് ഞാൻ വാങ്ങിത്തരും. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിലെ വില കുറച്ച് ആരും എന്നോട് സംസാരിക്കരുത്. ഓൾറെഡി ഞാൻ 1.25 ലക്ഷം റുപ്യ 30 കിട്ടുമെന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാനിപ്പോൾ ഓരോ എമർജൻസി ആയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് റേറ്റ് പറയുകയാണ്. ഒരു 95 ഉറുപ്പ്യൻ്റെ ആ ഒരു റേറ്റിൽ എനിക്കിത് വാങ്ങിത്തരാൻ വേണ്ടി പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക, ആവശ്യക്കാർ മാത്രം വിളിക്കുക. മൊത്തം 28 സെൻറ്റാണ്. മുറിച്ച് കൊടുക്കില്ല, ഇത് ഒന്നിച്ച് കൊടുക്കുന്ന പാർട്ടിക്കേ പറ്റുള്ളൂ. കണ്ടോ, നല്ല അടിപൊളി പറമ്പാണ്. റോഡ് ഫ്രണ്ടേജാണ്. ഭാവിയിൽ ഇത് താറിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഉറുപ്പ്യ കുറഞ്ഞിട്ട് ഇവിടെ സ്ഥലം കിട്ടില്ല. താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സ്ഥലം കാണിച്ചു തരുന്നതാണ്. ഇനി വില കുറയ്ക്കാൻ കഴിയില്ല, മാക്സിമം കുറച്ച വിലയാണ് ഞാൻ പറയുന്നത്. 1.25 കിട്ടണമെന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പോൾ ഇവർക്കൊരു എമർജൻസി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ റേറ്റ് പറയുന്നത്. ഒരു 95 ഉറുപ്പ്യക്ക് ഞാൻ വാങ്ങിത്തരാൻ വേണ്ടി 95 ലക്ഷം റുപ്യൻ്റെ ആ റേഞ്ചിൽ വാങ്ങിത്തരാൻ ശ്രമിക്കുന്നതാണ്. 1.25 ഈ സ്ഥലം കച്ചവടമായത്. ഇപ്പം നിലവിൽ താറ് ചെയ്തിട്ടില്ല. ഈ കാണുന്ന ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിൽ വരെ താറ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം റുപ്യ മാക്സിമം മിനിമം ഇവിടെ സ്ഥലത്തിന് വില കിട്ടും. അമ്പൽപ്പാട് അങ്ങാടിയിൽ നിന്ന് 1 കിലോമീറ്റർ 300 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ മാത്രം വിളിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.